Good morning. I could see my daughter studying late at night. Her performance in all core subjects is excellent, but desperate in English. ഇംഗ്ലീഷ് ടീച്ചേഴ്സ് സാധാരണയായിട്ട് കേൾക്കാറുള്ള ഒരു കംപ്ലൈൻ്റ് ആണത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ്, ഇറ്റ്സ് നോട്ട് എ സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ ഒരു ഭാഷയിൽ പ്രാവീണ്യം നേടുക എന്ന് പറയുന്നത് ആ ഭാഷയിലെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് അക്വയറിംഗ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ്, listening, speaking, reading and writing. But unfortunately, only writing skill is examined in the examinations. So, we have to improve our writing skill. എങ്ങനെയാണ് നമുക്ക് റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ കുട്ടികളെ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് വായിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല. ദാറ്റ് ഈസ് ദേ ആർ ഓൾവേസ് വറീഡ് അബൌട്ട് ഗ്രാമർ, സെന്റൻസ് സ്ട്രക്ചേഴ്സ്, പ്രസന്റേഷൻ എക്സെട്ര. സോ എഴുതുന്നവനെ നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. സ്വിമ്മിങ് പോലെ, ഡ്രൈവിങ് പോലെയൊക്കെ. ഒരു നീന്തൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാനുള്ള ഒരു തയ്യാറെടുപ്പ് വേണം. അതേപോലെ തന്നെയാണ് ഇവിടെ വേണ്ടത്. നമ്മൾ ഫ്രീ റൈറ്റിംഗ്, വെറുതെ എഴുതുന്ന സ്വഭാവം ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് ഒരു പാരഗ്രാഫ് എങ്കിലും ഒരു ദിവസം എഴുതുന്ന സ്വഭാവമുള്ളവർക്ക് ഒരു ട്രമെൻഡസ് ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് ചിലർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അത് മീൻ ചെയ്യുന്നത് നമ്മൾ മോശക്കാരാണ്, അവരെന്തോ ആണ് എന്നുള്ളതല്ല. അവരതിനുള്ള എഫേർട്ട് നേരത്തെ എടുത്തു. നമ്മൾ ഇപ്പോൾ കുറച്ച് ബാക്കോട്ടാണ്, അപ്പോൾ കുറച്ചും കൂടെ എഫേർട്ട് നമ്മളെടുത്ത് അവരിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇതിന് ചെയ്യേണ്ട ചില മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നവരായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ന്യൂസ് ഒരു ദിവസം വായിക്കാം. എന്നിട്ട് നമുക്കെന്ത് മനസ്സിലായി എന്നുള്ളത് എഴുതാം. എഴുതുന്നതിന് മുന്നേ ആദ്യം ആ ഒരു ന്യൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ കണ്ടന്റ് എന്തൊക്കെയാണ് നമ്മൾ വായിച്ചത്, അതിന്റെ മെയിൻ പോയിന്റ്സ് ഒക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്യാം. എന്നിട്ടൊന്ന് എഴുതി നോക്കാം. അതേപോലെ സ്റ്റോറി വായിക്കുന്നവരായിരിക്കാം. ആ സ്റ്റോറി നമുക്ക് എന്ത് മനസ്സിലായി, അല്ലെങ്കിൽ ഫിലിം കാണുന്നവരായിരിക്കും നമ്മൾ, ഒരു ഫിലിം റിവ്യൂ എഴുതും. ഇത് ഇതിന്റെ മുന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് അതിന്റെ കണ്ടന്റ് എന്നൊന്ന് ഫ്രെയിം ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി നോക്കാം. എഴുതിയതിനു ശേഷം ഒന്ന് വായിക്കാം. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഐഡന്റിഫൈ ആണെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യാം, അത് മാറ്റി വെക്കാം. ഒന്നും കൂടെ എഴുതി നോക്കാം. ഒന്നോ രണ്ടോ തവണ ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് ഇപ്പോ ലാസ്റ്റ് നമ്മൾ എഴുതിയിട്ടുള്ള കണ്ടന്റ് ആദ്യത്തെ ഡ്രാഫ്റ്റ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. വി കുഡ് സീ ട്രമെൻഡസ് ഇംപ്രൂവ്മെന്റ്. സോ ദിസ് ഇസ് എ സേഫ് മെത്തേഡ് ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽ. ഇതുപോലെ വേറൊരു മെത്തേഡാണ് ടേക്കിംഗ് ലെക്ചർ നോട്ട്സ്. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ലെക്ചർ നോട്ട് എഴുതാം. ആ സമയത്ത് എല്ലാ സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ലിസണിങ് നടക്കുന്നുണ്ട്, സ്പീക്കിംഗ് നടക്കുന്നുണ്ട്, റീഡിങ് നടക്കുന്നുണ്ട്, റൈറ്റിംഗ് അത് എന്തായാലും നടക്കുന്നുണ്ട്. ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, കേൾക്കുന്നു, അത് എഴുതുന്നു, എഴുതുന്ന സമയത്ത് നമ്മളത് വായിക്കുന്നു, അവിടെ റീഡ് ചെയ്യുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ടാവും. സോ യു ക്യാൻ ഫോളോ ഓൾ ദീസ് മെത്തേഡ്സ് ലൈക്ക് റൈറ്റിംഗ് ഡയറീസ്, write review of movies that you have watched, or write the content of newspapers, write summary of stories, or ഇതിനേക്കാളും ഉപരിയായിട്ട് taking lecture notes. That is the apt method to improve your writing skill. Thank you.